ഒരു പ്രശസ്ത സിനിമയിൽ മഹാനടൻ മമ്മൂട്ടി അവതരിപ്പിച്ച വേഷം പറഞ്ഞതുപോലെ അവൾ പാടവരമ്പത്തുകൂടെ നടന്നു വരികയായിരുന്നു എന്നൊരു എഴുത്തുകാരൻ എഴുതി വെക്കുന്നു. ആസ്വാദക മനസ്സിൽ അവന്റെ സങ്കല്പ ചിത്രങ്ങൾ പലതാണ്. നമസ്കാരം. ആധുനിക ടെക്നോ യുഗത്തിൽ പുസ്തക വായനക്കാർക്ക് ആദരാഞ്ജലികൾ നേരാം. An obituary to book reading. കേൾക്കാൻ രസമുണ്ടല്ലേ? ബുക്ക് റീഡിംഗ് ഇന്നൊരു പാഷനാണോ? നമ്മൾ അവസാനം വായിച്ച പുസ്തകം ഏതാണ്? നമ്മളെ സ്വാധീനിച്ച പുസ്തകം ഏതാണ്? നിശബ്ദമായി പുസ്തകം വായിച്ച് വരികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ കഥയുടെ, നോവലിൻ്റെ, നാടകത്തിൻ്റെ, ജീവചരിത്രത്തിൻ്റെ അങ്ങനെ മനോഹരമായ ആത്മനിർവൃത്തിയുടെ ഇടങ്ങളിൽ മയങ്ങിയതെന്നാണ്? ഒരുപാട് ചോദ്യങ്ങൾ. ഇന്ന് ലൈബ്രറികൾ കാണാൻ കിട്ടുന്നില്ല. വായനശാലകൾ നാട്ടിൻ പുറത്തു നിന്ന് പോലും അന്യമായിരിക്കുന്നു. അതിനു പകരം ഇന്റർനെറ്റ് കഫേകൾ സ്ഥാനം പിടിച്ചു. ലോകമെങ്ങും വല വിരിച്ചു നിൽക്കുന്ന വെബ് പോർട്ടൽസ്, ഒരു വിരൽ സ്പർശം മാത്രം അകലെ നിൽക്കുന്ന ആധുനിക സാങ്കേതിക ഉപകരണങ്ങൾ, ഗാഡ്ജറ്റ്സ്, AI ടെക്നോളജിയിൽ ഇറങ്ങുന്ന വർണ്ണാഭങ്ങളായ നിറക്കൂട്ടുകൾ നമ്മെ സ്ക്രീൻ സ്പേസിൽ മാത്രം തളച്ചിടുന്നു. വലകളാൽ ബന്ധിക്കപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾ പ്രയോറിറ്റി ബേസ് മാത്രമായി ചുരുക്കപ്പെടുന്ന യാഥാർത്ഥ്യം നമ്മളെ മയക്കിയിരിക്കുന്നു. നമ്മൾ എന്ത് സെർച്ച് ചെയ്യണം, എന്ത് കാണണം, എങ്ങനെ അഭിപ്രായം പറയണം എന്ന് പോലും മറ്റാരോ തീരുമാനിക്കുന്നത് പോലെ. സർവേകൾ പറയുന്നത് വളരെ കുറച്ച് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് പുസ്തക വായന ശീലമാക്കിയിരിക്കുന്നത്. ബഹുഭൂരിപക്ഷവും ഇന്ന് ഇന്റർനെറ്റും അനുബന്ധ കാര്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാൻഡമിക് ടൈമിൽ ചിലരെങ്കിലും വായനയിലേക്ക് മടക്കയാത്ര നടത്തി. എന്നാൽ കുട്ടികൾ അങ്ങനെയല്ല. മറിച്ച് അവർ കൂടുതൽ ഇന്റർനെറ്റ് ലോകം അതിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ ആഘോഷിച്ചു. ലോകം കോവിഡിന് മുൻപ്, അതിനുശേഷം, ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ്, BC ആൻഡ് AC എന്നൊരു പുതിയ യുഗത്തിന്റെ അതിർത്തി തന്നെ നിശ്ചയിക്കപ്പെട്ടു. സാർവത്രിക മാറ്റങ്ങളിലൂടെ വായനയുടെ ലോകം തിരിച്ചു പിടിക്കാൻ ഇനിയുള്ള തലമുറയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർ നേരിടാൻ പോകുന്നത് ജീവിതത്തിന്റെ വലിയ പ്രതിസന്ധികളാണ്. വായനയിലൂടെ കിട്ടുന്ന എനർജി എന്താണ് എന്നൊന്ന് പരിശോധിക്കുക. ഒരു പ്രശസ്ത സിനിമയിൽ മഹാനടൻ മമ്മൂട്ടി അവതരിപ്പിച്ച വേഷം പറഞ്ഞതുപോലെ അവൾ പാടവരമ്പത്തുകൂടെ നടന്നു വരികയായിരുന്നു എന്നൊരു എഴുത്തുകാരൻ എഴുതി വെക്കുന്നു. ആസ്വാദക മനസ്സിൽ അവന്റെ സങ്കല്പ ചിത്രങ്ങൾ പലതാണ്. വായനക്കാരന്റെ ഏജിനനുസരിച്ച് അക്ഷരങ്ങൾ അവന്റെ മനസ്സിൽ ഒരു ചിത്രം വരയ്ക്കും. 18-ന് താഴെയുള്ള ഒരു കുട്ടിയുടെ ചിന്തയിൽ സ്കൂളിലേക്ക് പോകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ മുഖം തെളിയും. തൻ്റെ കൂട്ടുകാരിയെ അവൻ ആ കൊച്ചു പെൺകുട്ടിയിൽ സങ്കല്പിക്കും. അവളുടെ നടത്തത്തിനൊപ്പം എത്താൻ കൊതിക്കുന്ന അവന്റെ ബാല്യം ഓർമ്മയിൽ തെളിയും. മനസ്സ് വർണ്ണാഭമായ ഒരു കൊച്ചു ലോകത്തേക്ക് പറന്നുയരും. എന്നാൽ അല്പം പ്രായമുള്ള ഒരാളാണ് ഇത് വായിക്കുന്നതെങ്കിൽ നടന്നു വരുന്നത് ചന്തയിൽ നിന്നും സാധനങ്ങളുമായി പരവേശത്തിൽ നടന്നു വരുന്ന ഒരു യുവതിയാകാം. അങ്ങനെ വായനയുടെ ലോകം പ്രായഭേദമന്യേ ആസ്വാദകരിൽ തീർക്കുന്ന ഒരു പ്രപഞ്ചവും AI അഥവാ നിർമ്മിത ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന ഒരു ഇമേജും നൽകില്ല. വായന മരിച്ചോ? അതോ നമ്മൾ മറന്നോ? ഓഡിയോ ബുക്സ്, ബുക്സ് തുടങ്ങിയവയിലൂടെ പുസ്തക വായനയുടെ ശ്രവ്യസുഖം അനുഭവിക്കുന്ന ഇന്ന് ഒരു മൊബൈൽ ഫോണിൽ പതിനായിരക്കണക്കിന് പുസ്തകങ്ങൾ ഒരു ക്ലിക്കിൽ ലഭ്യമാണ്. ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം തിരഞ്ഞെടുത്തു, അതിലെ പേജുകൾ മറിച്ച് അക്ഷരങ്ങളെ തൊട്ടറിഞ്ഞു കിട്ടുന്ന വായനയുടെ ഒരു സുഖമുണ്ട്. ഒന്ന് ചോദിക്കട്ടെ, പുസ്തകം വായിച്ച് ആസ്വദിക്കുന്നതാണോ പുസ്തകം കേട്ട് ആസ്വദിക്കുന്നതാണോ നിങ്ങൾക്കിഷ്ടം? നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. പുസ്തക വായനയുടെ ശവപ്പെട്ടി കാണികൾ തിരയുന്നതിന് മുമ്പ് ചില തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. വായനയുടെ ലോകം അതിനൊരു ഉണർവാകട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.